ജനുവരി 20 ലിറ്റിൽ സ്കോളർ എക്സാം എഴുതുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും 1000 അഭിനന്ദനങ്ങൾ. എല്ലാവരും നന്നായി തന്നെ എക്സാം എഴുതുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ബൈക്ക് എക്സ്പ്രസ്. ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യം ഏതാണ്? സ്ലിം. അയോധ്യ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്? അയോധ്യ ധാം ജംഗ്ഷൻ. കേരളത്തിലെ ആദ്യ ദീപാലങ്കൃത പാലം ഒരുങ്ങുന്നത് എവിടെയാണ്? ഉത്തരം ഫറോക്ക്. 2024 ജനുവരിയിൽ കേരളത്തിലെ ഏതു ജില്ലയിലാണ് ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത്? ഉത്തരം ആലപ്പുഴ. 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയായ കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട്, അമ്പലവയൽ. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണ്? ചലോ ആപ്പ്. 2024 ജനുവരിയിൽ ലക്ഷദ്വീപിലെ കവരത്തിയിൽ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഉത്തരം നരേന്ദ്രമോദി. അടുത്തിടെ പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തർപ്രദേശിൽ. ആഗോള കുടുംബ ദിനം എന്നാണ്? ജനുവരി 1. 2024 ആഗോള കുടുംബ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? വൈവിധ്യങ്ങളെ സ്വീകരിക്കുക, കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക. പുതുവത്സരം ആദ്യമെത്തുന്ന രാജ്യം ഏതാണ്? ഉത്തരം കിരിബാത്തി. പസഫിക്കിലെ ചെറുദ്വീപ് രാജ്യമാണ് കിരിബാത്തി. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം ഏതാണ്? ഓപ്പറേഷൻ സർവശക്തി. 2024 ജനുവരിയിൽ അന്തരിച്ച സംസ്ഥാന മുൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാണ്? TH മുസ്തഫ. രാജ്യത്താദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിക്കുന്ന മലയാളി വനിത ആരാണ്? ശ്വേത കെ സുഗതൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച സ്കൂൾ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതി ഏതാണ്? ഉത്തരം പ്രേരണ. തന്റേതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെടുന്നവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനായി പാർപ്പിടം നിർമ്മിച്ചു നൽകുന്ന പദ്ധതി ഏതാണ്? ഉത്തരം തന്റെ ഇടം. 2ാമത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ പുനലൂർ സോമരാജിന്. 16ാമത് ബഷീർ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഇ സന്തോഷ് കുമാർ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാം വാർഷികമാണ്
2024 ജനുവരിയിൽ ആഘോഷിച്ചത്? 150-ാമത്തെ. 2024 ജനുവരിയിൽ ഏതു മിസൈലിന്റെ പുതിയ പതിപ്പാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത്? ആകാശ്. അധിനിവേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിതവനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ്? വനദീപ്തി. ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഉത്തരവിട്ട സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. 2024 ജനുവരി 1 മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തുന്ന ഗൾഫ് നഗരം ഏതാണ്? ദുബായ്. 2023 ഡിസംബറിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് മന്ത്രിമാർക്ക് ജില്ലകളുടെ രക്ഷാധികാരിയുടെ ചുമതല നൽകിയത്? ഉത്തരം തെലുങ്കാന. രാജസ്ഥാനിലെ ആദ്യ സ്നേക്ക് പാർക്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? കോട്ട. വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ച രാജ്യം? ഉത്തരം സ്വീഡൻ. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്വിസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഒരു ബാസ്കറ്റ്ബോൾ കളിയിൽ എത്ര കളിക്കാർ ഉണ്ട്? അതിന് ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിധ നൗഷാദ്, തനിക ലക്ഷ്മി, റാബിയ, നാദിയ നസ്രീനെസ്, റിഫാന ഫിറൂസ്, ഫൈസാൻ, ഫാത്തിമ സുഹ്റ, ജോർജ് ടി ജി, അതുൽ, നവമി ചന്ദ്ര, ഹായ ഹഫ്രീൻ, വേദാലക്ഷ്മി ആൻഡ് ഋതുലക്ഷ്മി, ജുവാൻ. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു. തുടർന്നും വീഡിയോസ് കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരമറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ.